റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പോട്ടി വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിനായിട്ട് 7 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കഷ്ണം കറുവപ്പട്ട, 1 തക്കോലം, 6 ഏലക്കായ, 2 ഗ്രാമ്പു, 1 ടീസ്പൂൺ ജീരകം, 1 കഷ്ണം ജാതിക്ക, പിന്നെ 5-6 കഷ്ണം വെളുത്തുള്ളി. ഇത്രയും ഐറ്റംസ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. മസാലക്കൂട്ട് ഞാനിപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ 1/2 കിലോ വേവിച്ചെടുത്ത പോട്ടിയാണ് ഇവിടെ ഞാൻ റെഡിയാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ പോട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതിന് ശേഷം നെയ്യ് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ പീസുകളായി കട്ടാക്കി എടുത്തേക്കുന്നതാണ്. ഇതിലെ നെയ്യ് നമ്മൾ അധികം ചേർക്കണില്ല. നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള, വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി. ഇത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള വേഗം വഴന്നു വരാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറിയ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് പീസുകളാക്കിയതും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടി, 1/4 ടീസ്പൂൺ കായം പൊടി. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി ചെറുതായി കട്ടാക്കിയിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് തക്കാളി വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് പാകത്തിന് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് കട്ടാക്കി വെച്ചിരിക്കുന്ന ബോട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കിയിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതിലൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.